നമ്മൾ പറയുന്നത് ബിവോക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഫോർത്ത് സെമ്മിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷനാണ്. നമുക്കറിയാം ഒരു വില നിർണ്ണയ തീരുമാനങ്ങളും അതുപോലെ തന്നെ വിലകൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ക്രെഡിറ്റ് തീരുമാനങ്ങളും ബിസിനസ് അതിൻ്റെ ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. അങ്ങനെ ഈ തീരുമാനങ്ങൾ വരുമാനത്തെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന് ഇത്ര മാത്രം വില കൊടുക്കണം, നമുക്കത് വിപണിയിൽ നിന്ന് ഇത്ര രൂപയ്ക്കാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ചും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മളത് വിറ്റഴിക്കുക. അപ്പോൾ ഇത്രമാത്രം വിറ്റഴിച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ പണമൊഴുക്കിനെയും അതിൻ്റെ വിലവർധനേനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിയന്ത്രിത ക്രെഡിറ്റ് നയങ്ങളും ഉപഭോക്താക്കളും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനായി ഇടയ്ക്കിടയ്ക്കുള്ള മാറ്റങ്ങളുടെ ആവശ്യകത ഒഴിവാക്കാനായിട്ടാണ് സംരംഭകൻ ഒരു വില നിശ്ചയിക്കുക അതിന്. പിന്നെ അത് കുറച്ച് നമ്മൾ പാല് പണ്ട് നമ്മൾ പാലൊക്കെ വാങ്ങിയെങ്കിൽ അപ്പോൾ 10 രൂപ ഉണ്ടായിരുന്നെന്ന് ചിലപ്പോൾ അത് കാലക്രമേണ ചിലപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ ഒരു 12 ആക്കും. അങ്ങനെയാണ് ഒറ്റയടിക്ക് ഒരു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ സേവനമോ വിൽക്കുന്നതിന് മുമ്പ് ദാതാവ് അതിലൊരു മൂല്യം സ്ഥാപിക്കേണ്ടതിനാൽ വില നിർണ്ണയ തീരുമാനങ്ങൾ ചെറുകിട ബിസിനസ് മാർക്കറ്റിങ്ങിന് നിർണായക പ്രശ്നമായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ സേവനത്തിൻ്റെ വില ആ ഉൽപ്പന്നത്തിൻ്റെ സേവനത്തിൻ്റെ ഉടമസ്ഥാവകാശമോ ഉപയോഗിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ഉപഭോഗമോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വിൽപ്പനക്കാരന് എന്താണെന്ന് ആവശ്യപ്പെടുന്നത് വ്യക്തമാക്കും. ദെൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കൈമാറ്റം നടക്കുന്നതിന് വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആൾക്ക് ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കും. ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഉള്ള പേയ്മെൻറ്റ് പിന്നീട് എപ്പോഴെങ്കിലും ലഭിക്കുമെന്ന് വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലൊരു കരാറാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ അധ്യായം നമ്മൾ വില നിർണ്ണയ തീരുമാനങ്ങൾ നമ്മൾ ചെറുകിട സ്ഥാപനങ്ങളിലെ ക്രെഡിറ്റ് തീരുമാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വില നിശ്ചയിക്കുന്നതിന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മൂല്യം സംരംഭകൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ഈ ജോലി എളുപ്പമായെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ വില നിർണ്ണയിക്കുന്നതും അതിൻ്റെ മൊത്തം വരുമാനം എങ്ങനെ വരുന്നു എന്നൊക്കെ നിർണ്ണയിക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ വരുമാനം നമ്മൾ 2 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് വിൽപ്പനയുടെ അളവും വിലയും അതൊക്കെയാണ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. ഇനി വില നിർണ്ണയവും ക്രെഡിറ്റ് തീരുമാനങ്ങളും ബിസിനസ്സും അതിൻ്റെ ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നതിൻ്റെ അവ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമ്മുടെ വരുമാനത്തെയും പണമൊഴുക്കിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിലവർധനവും നിയന്ത്രിതമായിട്ടുള്ള ക്രെഡിറ്റ് നയങ്ങളും ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ ഇടയ്ക്കിടയ്ക്കുള്ള മാറ്റങ്ങളുടെ ആവശ്യകത ഒഴിവാക്കാൻ സംരംഭകൻ വില നിശ്ചയിക്കുകയും ക്രെഡിറ്റ് നയങ്ങൾ കഴിയുന്നത്ര ബുദ്ധിപൂർവ്വം രൂപകൽപ്പന ചെയ്യുകയും വേണം. ഓക്കെ, ഒരു ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്നതിന് മുമ്പ് ദാതാവ് അതിലൊരു മൂല്യം സ്ഥാപിക്കേണ്ടതിനാൽ വില നിർണ്ണയ തീരുമാനങ്ങൾ ചെറുകിട ബിസിനസ് മാർക്കറ്റിംഗ് നിർണായകമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വില ആ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഉടമസ്ഥാവകാശമോ ഉപയോഗമോ ഉപേക്ഷിക്കാൻ വിൽപ്പനക്കാരൻ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ വ്യക്തമാക്കണം. ഓക്കെ, പലപ്പോഴും നമ്മൾ കൈമാറ്റം നടക്കുന്നതിന് വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആൾക്കൊരു ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ ഒരു ഉൽപ്പന്നത്തിൻ്റെ സേവനത്തിനോ ഉള്ള പേയ്മെൻറ്റ് പിന്നീട് എപ്പോഴെങ്കിലും ലഭിക്കുമെന്ന് വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള ഒരു കരാറാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വില നിർണ്ണയ തീരുമാനങ്ങളും ചെറുകിട സ്ഥാപനങ്ങളിലെ ക്രെഡിറ്റ് തീരുമാനങ്ങളൊക്കെയാണ് പരിശോധിച്ച് വരുന്നത്. അങ്ങനെ ഒരു വില നിശ്ചയിക്കുന്നതിൽ വിൽപ്പനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നത്തിനോ സേവനത്തിനോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മൂല്യം സംരംഭകൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം നമ്മൾ അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഉപഭോക്താവിനെ എങ്ങനെ നമ്മൾ നേരിടണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിറ്റഴിക്കുമ്പോൾ. പിന്നെ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ പ്രൊമോഷണൽ ബഡ്ജറ്റ് നിർണ്ണയിക്കുന്ന ചെറുകിട ബിസിനസ് പ്രൊമോഷനുള്ള ഫണ്ടുകൾ ബഡ്ജറ്റ് ചെയ്യുന്നതായിട്ട് 4 സാമാന്യ ബുദ്ധിയുള്ള സമീപനങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ, വിൽപ്പനയുടെ 1% അനുവദിക്കൽ. പിന്നെ പലപ്പോഴും പ്രൊമോഷനായിട്ട് എത്ര തുക ബഡ്ജറ്റ് ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള രീതി വിൽപ്പനയുടെ 1% അടിസ്ഥാനമാക്കി പ്രൊമോഷണൽ ഡോളറുകൾ നീക്കി വയ്ക്കുക എന്നതാണ്. പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ വിലയിരുത്തിയിട്ട് ഒരു പ്രൊമോഷൻ ടു സെയിൽസ് അനുപാതം സ്ഥാപിക്കൽ. ഉദാഹരണത്തിന് വിൽപ്പനയുടെ 2% നമ്മൾ ചരിത്രപരമായിട്ട് നല്ല ഫലങ്ങളോട് പ്രൊമോഷനായിട്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലെ പ്രൊമോഷനായിട്ട് സ്ഥാപനം പ്രവചിച്ച വിൽപ്പനയുടെ 2% നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം.
വ്യവസായ ശരാശരികളെ കുറിച്ചുള്ള ദ്വിതീയ ഡാറ്റ താരതമ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. എത്ര ലാഭിക്കാമെന്ന് തീരുമാനിക്കൽ. ചെറുകിട സ്ഥാപനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊമോഷണൽ ബഡ്ജറ്റിങ്ങിനുള്ള മറ്റൊരു കഷ്ണം സമീപനം നമ്മൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെയ്യൽ. അതുപോലെ തന്നെ ഒരു സാമാന്യ ഒരു മാധ്യമങ്ങൾ വഴി പ്രതിനിധി ഒരു ഉടമയെ ബിസിനസ്സിനെ താങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേക ഇടപാടിൽ വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രൊമോഷൻ ചെലവുകൾ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കൂ. പിന്നെ പ്രൊമോഷൻ ചെലവുകൾക്കുള്ള സമീപനം ഒഴിവാക്കൽ. പിന്നെ മത്സരം ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കൽ. ഒരു ചെറിയ സ്ഥാപനം പ്രൊമോഷൻ ബഡ്ജറ്റ് നിർമ്മിക്കുന്നതിന് എതിരാളികളുടെ ബഡ്ജറ്റുകളെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫോളോ ദി ലീഡർ വില നിർണ്ണയം. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ ഒരു പ്രത്യേക എതിരാളിയെ ഒരു മാതൃകയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോളോ ദി ലീഡർ വില നിർണ്ണയ തന്ത്രമുണ്ട്. അത് നിലവിലുള്ള നിലവാരത്തിന് താഴെ വില, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 10 രൂപയാണെങ്കിൽ അതിന് വില കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് എന്ത് ഫോളോ ദി ലീഡർ വില നിർണ്ണയ തന്ത്രം എന്ന് പറയുന്നത്. അത് എതിരാളികളുടെ സാധ്യതയുള്ള ഒരു പ്രതികരണം ഒരു നിർണായക ഘടകമാണ്. അതിൽ ഒരു ചെറുകിട ബിസിനസ്സിൽ വലിയ സ്ഥാപനങ്ങളുമായിട്ടുള്ള മത്സരം അതിൻ്റെ വില നേതാവായിട്ട് കണക്കാക്കാനായിട്ട് നമ്മൾ അപൂർവമായിട്ട് മാത്രമേ കഴിയുള്ളൂ. ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ വില നിർണ്ണയം താരതമ്യേന അപ്രധാനമാണെന്ന് മത്സരാർത്ഥികൾ കരുതുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വില വ്യത്യാസത്തോട് പ്രതികരിക്കില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ ഗോൾഡിനൊക്കെ ഒരു ഫിക്സഡ് റേറ്റാണ്, അതിലും വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ ചില സ്ഥാപനങ്ങൾ ഇതുപോലെ പണിക്കൂലി കുറയണം, പണിക്കൂലി കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിക്കും. നമ്മുടെ അത് ബിസിനസ് തന്ത്രമാണ് അവരുടെ, മനസ്സിലായോ? അപ്പോൾ അവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് വില നിശ്ചയിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേക വാങ്ങുന്നവർക്ക് വിലയിളവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ വലിയ അളവിൽ വാങ്ങുന്നവർ ഡൈനാമിക്, അതായത് വിലനിർണ്ണയ തന്ത്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരു തരം വേരിയബിൾ വിലനിർണ്ണയ തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ.